السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الصلاة والسلام على رسول الله صلى الله عليه وآله وأصحابه وأزواجه وذرياته وأهل البيت والأصحاب أجمعين. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. വേദിയിൽ ഉപവിഷ്ടനായ ഈ മഅദിൻ അക്കാദമിയുടെ ജീവാത്മാവും പരമാത്മാവും തന്നെ വിശേഷിപ്പിക്കട്ടെ. ഇതിൻ്റെ സാരഥി ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരി തങ്ങൾ അവരുടെ, ബഹുമാനപ്പെട്ട പൊന്മളം ഉസ്താദ് അവരുടെ, മറ്റു വേദിയിൽ ഒരുപാട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എൻ്റെ സുഹൃത്തുക്കൾ, ആലിമീങ്ങൾ, സദാത്തുക്കൾ വേദിയിലുണ്ട്. ഡോക്ടർ കാസിം, പി വി അബ്ദുല്ല കുട്ടി, അതുപോലെ ഹസൻ ഹാജി തുടങ്ങിയ ഗൾഫിലെ പ്രമുഖന്മാരും നാട്ടിലെ പ്രമുഖന്മാരും ഇവിടെയുണ്ട്. ഡോക്ടർ ബ്രയാൻ ആഡംസ്, ഡയറക്ടർ ഗ്രിഫിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഓസ്ട്രേലിയ ഫ്രം ബ്രിസ്ബൻ, അതുപോലെ പ്രമുഖ വിദ്യാഭ്യാസ വിചക്ഷകൻ ഡോക്ടർ കെ എൻ കുറുപ്പ്, മുൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറാണ് അദ്ദേഹം. മറ്റ് വേദിയിൽ എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വേദിയിൽ ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലും ഒരുപാട് പ്രഗത്ഭന്മാരും വിശിഷ്ട വ്യക്തിത്വങ്ങളും പണ്ഡിതന്മാരും മുഅല്ലിമീങ്ങളും മുതഅല്ലിമീങ്ങളും ഉള്ള ഒരു നിറഞ്ഞ സദസ്സാണ്. എൻ്റെ സഹോദരിമാർ ആ ഭാഗത്തുണ്ട്, അവിടെ ഓഡിറ്റോറിയം നിറഞ്ഞിരിക്കുന്നു. സഹോദരിമാരെ, മറ്റു സുഹൃത്തുക്കളെ, ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതെൻ്റെ മൂന്നാമത്തെ പരിപാടിയാണ്. ഇനി എനിക്ക് നേരെ കൊച്ചി എയർപോർട്ടിൽ ചെന്ന് അവിടെ നിന്ന് തിരുവനന്തപുരത്ത് എത്തേണ്ടത് കൊണ്ട് രാത്രി 7:30 മണിക്ക് അവിടെ ഒരു പരിപാടി ഉണ്ട്. സ്മാർട്ട് സിറ്റിയുടെ ആളുകൾ വരുന്നുണ്ട്. എന്നിരുന്നാലും ഉസ്താദ് ബഹുമാനപ്പെട്ട തങ്ങൾ ഒരുപാട് നാളുകളായി എന്നെ ഇവിടേക്ക് വിളിക്കുന്നു. ടെക്നോളജിയത്തിന് ശേഷം ഒരു കാര്യം ഞാൻ ഇവിടെ നിരീക്ഷിച്ചത്, ഇവിടെ എല്ലാം മോഡേൺ ആണ്, ന്യൂ ടെക്നോളജിയാണ്. ഞാൻ ഇന്ന് ലൈബ്രറിയിൽ പോയപ്പോൾ അതെല്ലാം ഡിജിറ്റലൈസ് ചെയ്ത very ultra modern library. Mr. Brian, I saw the library, had a discussion and conversation there. We found it a really impressive and commendable library we saw today as international standard. അങ്ങനെ ലോകോത്തര മാതൃകയിലുള്ള ലൈബ്രറി. എന്തിനധികം പറയുന്നത്, ഇത് കുത്താൻ വേണ്ടി വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് കുത്തി ഈ മുട്ടുസൂചി കൊണ്ട് കുത്തി എൻ്റെ കുറേ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ഓട്ടയായി ഇരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു റബ്ബേ ഇതും കൂടി ഇപ്പോ അത് കുത്താനുള്ള സംരംഭമാണെന്ന് വിചാരിച്ചപ്പോൾ തന്നെ ഇതൊരു പ്രത്യേക സാധനമാണ്. അതും മോഡേണാണ്, പുതിയ ടെക്നോളജിയാണ്. അതുകൊണ്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങളെയും അദ്ദേഹത്തിന്റെ ടീമിനെയും, അദ്ദേഹത്തിന്റെ പിന്നിൽ ശക്തരായ ടീമുണ്ട്, ആ ടീമിനെയും ഞാൻ അഭിനന്ദിക്കട്ടെ. ഈ പുതിയ യുഗത്തിലേക്ക് നിങ്ങൾ ഇന്ന് കാണുന്നത്, ഞാനിവിടെ നിന്ന് കണ്ടത് ഇന്നത്തെ കാര്യങ്ങളല്ല, നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിൻ്റെ എല്ലാം പുതിയൊരു ആകത്തുക, ഒരു സബ്സ്റ്റൻസ്, കഥാതന്തു, അതാണ് ഇന്ന് ഞാനിവിടെ കണ്ടത്. അപ്പൊ ഈ സ്ഥാപനം ഇനിയും വളരും, പന്തലിച്ച് വലുതായി ഇനിയും ഒരുപാട് മുതഅല്ലിമീങ്ങൾക്കും ഒരുപാട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പഠിച്ച് വലുതായി ലോകത്തിലെമ്പാടും പോയി അവർക്ക് ജോലിയെടുക്കാനും സമ്പാദിക്കുവാനും സുഖകരമായ ജീവിതം ജീവിക്കുവാനും അവർക്ക്
സാധിക്കാനുള്ള മാർഗമാണ് ബഹുമാനപ്പെട്ട തങ്ങളുടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംരംഭം നയിക്കുവാനുള്ള ഒരുപാട് നാളുകൾ നമ്മളെയൊക്കെ നയിക്കുവാനും ഈ സംരംഭത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് നയിക്കുവാനുമുള്ള ആരോഗ്യത്തോടുകൂടിയുള്ള ആയുസ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ. നമ്മളിൽ നിന്ന് എൻ്റെ മാതാപിതാക്കളടക്കം മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ആഖിറം അല്ലാഹു വെളിച്ചമായി കൊടുക്കട്ടെ. അവർ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു മാപ്പ് കൊടുക്കട്ടെ അവർക്ക്. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ എന്നും നമ്മുടെ മാതാപിതാക്കൾക്ക് ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും മരണപ്പെട്ടു പോയവരായാലും അല്ലാഹു അവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ആമീൻ എന്നുകൂടി ഞാൻ ആരംഭമായി പറയുകയാണ്. ഇവിടെ ഈ കാണുന്ന മുത്തഅല്ലിമീങ്ങൾ ഞങ്ങളെല്ലാം പോകുന്ന തലമുറയുടെ പ്രതിനിധികളാണ്. ഞാനും ബഹുമാനപ്പെട്ട തങ്ങളടക്കമുള്ളപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വരാൻ പോകുന്ന തലമുറകൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും കാണാനിരിക്കുന്ന ഈ തലമുറകൾക്ക് ഇപ്പൊ ആവശ്യം അറിവാണ്. ആ അറിവ് അവർ ഇവിടെ നിന്ന് നുകർന്നെടുത്തുകൊണ്ട്, ഇതവരുടെ അറിവ് നേടേണ്ട സമയമാണ്. നുകർന്നെടുത്തുകൊണ്ട് കുടുംബത്തിനും രാജ്യത്തിനും സമൂഹത്തിനും അവർ താമസിക്കുന്ന ഗ്രാമത്തിനും ഗുണകരമായ രീതിയിൽ അവർ അത് ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എപ്പോഴും സംസാരിക്കാറുള്ളത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നൊരു മുസൽമാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് പറയുന്നത്. ആ സമാധാനം വേണമെങ്കിൽ ആദ്യം അവന്റെ രാജ്യത്തിന് സമാധാനം വേണം, ആദ്യം അവന്റെ കുടുംബത്തിന് സമാധാനം വേണം, അവന്റെ ജില്ലയ്ക്കും സംസ്ഥാനത്തിനും സമാധാനം വേണം. അതാണ് മുസൽമാൻ പറയുന്നത് അസ്സലാമു അലൈക്കും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. ഇസ്ലാം സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും അന്യമതങ്ങളെ ബഹുമാനിക്കുന്നവരുടെയും മതമാണ് ഇസ്ലാം. നിങ്ങൾ ഇസ്ലാമിനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും കേൾക്കുന്നുവെങ്കിൽ അതൊന്നും ഇസ്ലാമല്ല. ഞാൻ ബഹുമാനപ്പെട്ട എവിടെ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ പോകാറുണ്ട്, ഒരുപാട് ബിസിനസ് കോളേജുകളിൽ പോയി എന്നെ അവിടെ സംസാരിക്കാൻ വിളിക്കാറുണ്ട്. മണിക്കൂറുകളോളം അവരുമായി ഞാൻ ഇന്ററാക്ട് ചെയ്യാറുണ്ട്. അവരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയാറുണ്ട്. ഒരു കുട്ടി ജനിച്ച് അവൻ എന്ത് ഭക്ഷിക്കണം, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന് തുടങ്ങി അവൻ ആരെ വിവാഹം കഴിക്കണം, എപ്പോൾ വിവാഹം കഴിക്കണം, വിവാഹശേഷം ഭാര്യയുമായി എന്ത് ജീവിതം, എങ്ങനെ ജീവിതം പങ്കിടണം തുടങ്ങി മാതാപിതാക്കൾ എങ്ങനെ ബഹുമാനിക്കണം, പണ്ഡിതന്മാരെ എങ്ങനെ ബഹുമാനിക്കണം, ഗുരുജനങ്ങളെ എങ്ങനെ ബഹുമാനിക്കണം തുടങ്ങി അവൻ മരിക്കുമ്പോൾ എങ്ങനെ മരിക്കണം എന്ന് കൂടി പറയുന്ന ഒരു സംക്ഷിപ്ത ജീവിത പാഠപദ്ധതിയാണ് പരിശുദ്ധ ഖുർആൻ. അതിന്റെ അതാ പഠിപ്പ്, അതിന്റെ അറിവില്ലായ്മ, അത് ശരിക്കും പഠിക്കാത്ത പ്രശ്നങ്ങളാണ് ഇന്ന് രാജ്യത്ത് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്, ലോകത്ത് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇവിടെയും ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നു. അന്ന് കോമ്പസ് ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ വെള്ളത്തിന്റെ രുചി മാത്രം അറിഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട മാലിക് ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹിം സഹാബാക്കളും ഞാൻ ജനിച്ചു വളർന്ന നാട്ടികയുടെ തൊട്ടടുത്തായ മുസരിസ് പട്ടണം എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ വന്ന് കപ്പലിറങ്ങിയപ്പോൾ അവിടെ അവരെ സ്വീകരിക്കാൻ ഒരൊറ്റ മുസൽമാനും ഉണ്ടായിരുന്നില്ല എന്നാണ് ശരി. അവരെ സസന്തോഷം സ്വീകരിക്കുകയും മദ്രസ വെക്കാനും പള്ളി വെക്കാനും മതം പ്രചരിപ്പിക്കാനും സാഹചര്യം ചെയ്തത് വിശാല ഹൃദയരായ ഹൈന്ദവ സഹോദരന്മാരായിരുന്നു. നാം ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും അതോടൊപ്പം ഈ രാജ്യത്തിന്റെ ഒത്തൊരുമയ്ക്കും, കാരണം നമ്മുടെ അടുത്ത ജനറേഷൻ നന്നായി വരണമെങ്കിൽ അവരിൽ നാം നല്ല കാര്യങ്ങൾ, നിങ്ങൾ പഠിച്ച നല്ല കാര്യങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റഹ്മത്തുള്ളാഹി റളിയല്ലാഹു അൻഹു വസാബിഖൂന അൽഅവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ അല്ലദീന തബിഊഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹു
ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയും, നിങ്ങൾ പഠിച്ച നല്ല കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കും. ആയതുകൊണ്ട് ആ നല്ല കാര്യങ്ങളിൽപ്പെട്ടതാണ് നാം സമാധാനപരമായി ജീവിക്കുക, അന്യ മതസ്ഥരോട് സ്നേഹവും സൗഹാർദ്ദവുമായി അന്യോന്യം പെരുമാറുക, ഈ രാജ്യത്തിൻ്റെ സമാധാനം കാത്തു സൂക്ഷിക്കുക. ഇവിടെ നമ്മൾക്ക് സമാധാനം ആവശ്യമാണ്. എൻ്റെയും നിങ്ങളുടെയും അടുത്ത തലമുറ ഇവിടെ വളർന്നു വരണമെങ്കിൽ അവർ സമാധാനപ്രിയായി വരണം. അവർ വിദ്യാഭ്യാസമുള്ളവരാവണം, അറിവ് വർദ്ധിപ്പിക്കും. നിങ്ങൾ ചൈനയിൽ പോയെങ്കിലും വിദ്യാഭ്യസിക്കൂ എന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ പ്രത്യയശാസ്ത്രത്തെ വിശ്വസിക്കുന്ന നമ്മൾ അറിവുള്ളവരാകണം. മദൻ അക്കാദമി പോലുള്ള സ്ഥാപനങ്ങൾ ഒരുപാട് യുവാക്കളെ പണ്ഡിത രീതിയിൽ പണ്ഡിതോചിതമായി വളർത്തിക്കൊണ്ടുവരുന്നു. എന്നോട് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു, ഇവിടെ മുസ്ലിമീങ്ങളും അമുസ്ലിങ്ങളുമായ കുട്ടികൾ പഠിക്കുന്നു. അതാണ് ഇസ്ലാമിന്റെ വിശാലമായ കാഴ്ചപ്പാട്. ഞാൻ നാട്ടിൽ നിന്ന് എൻ്റെ 4000-ഓളം സഹപ്രവർത്തകരുണ്ട്. എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരാണ്. അതാണ് ഇസ്ലാമിന്റെ ഇസ്സത്ത്, അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിലൂടെ നാം മുന്നോട്ട് പോകണം. ഇത് ഞാൻ ഏതെങ്കിലും പണ്ഡിത സദസ്സുകളിൽ അല്ലെങ്കിൽ മുതഅല്ലിമീങ്ങൾ കൂടുതലുള്ള സദസ്സുകളിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഗൾഫിലെ വിശാല ഹൃദയരായ ഭരണകർത്താക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൾഫിലെ ഭരണകർത്താക്കൾക്ക് ആരോഗ്യവും ആയുസ്സും ഇസ്സത്തും സമ്പത്തും സമാധാനവും ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടാകട്ടെ, ആമീൻ. കാരണം വിശാല ഹൃദയരായ അവിടുത്തെ ഭരണാധികാരികൾ നമ്മൾക്ക് വരുവാനും കച്ചവടം ചെയ്യുവാനും അല്ലെങ്കിൽ ജോലി ചെയ്യുവാനും അതിൽ നിന്ന് കിട്ടുന്ന കാശ് ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മുടെ നാട്ടിലേക്ക് അയക്കാനും നമ്മൾക്ക് സാഹചര്യം ചെയ്തു വരുന്ന ഗൾഫിലെ ഭരണാധികാരികളാണ്. അതാണ് ഇസ്ലാമിക ഭരണത്തിന്റെ പ്രത്യേകത. അവിടെ എല്ലാ മതവിഭാഗങ്ങളും സന്തോഷത്തോടെയും ഐക്യത്തോടെയും സഹോദര്യത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. അവിടെ ഒരു കേസ് വന്നാൽ നീ മുസ്ലിമാണെന്നോ അമുസ്ലിമാണെന്നോ നീ നോൺ മുസ്ലിം ആണെന്നോ അല്ലെന്നോ യാതൊരു ചിന്തയും ആ രാജ്യത്തില്ല. നീ ഹിന്ദിയാണ്, നീ ഇന്ത്യക്കാരനാണ്, അതാണ് എഴുതുക. ഡൊമസൈൽ, കൺട്രി ഓഫ് ഒറിജിൻ ഇന്ത്യ. നമ്മളെല്ലാം ഭാരതീയരാണ്. നാം ഭാരതീയരാകുന്നതിൽ നാം ഓരോരുത്തരും അഭിമാനിക്കുക. കാരണം നാം ഈ രാജ്യത്തിൻ്റെ സന്തതികളാണ്. അതുകൂടാതെ നാം നമ്മുടെ വിശ്വാസം അടിസ്ഥാന പ്രമാണം ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഖുർആനിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും ചര്യകളിലും വിശ്വസിച്ചുകൊണ്ട് നാം ജീവിക്കുക, പ്രവർത്തിക്കുക. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽമുഅ്മിനീന വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. അല്ലേ? കാരണം പണ്ഡിതന്മാരുടെ ഒരു പക്ഷേ എൻ്റെ പ്രൊഫഷൻ പ്രബോധന പറയലില്ല, എൻ്റെ പ്രൊഫഷൻ കച്ചവടം ചെയ്യലാണ്. പക്ഷെ ഇവിടെ കച്ചവടത്തിനെ പറ്റിയോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ റേറ്റിനെ പറ്റിയോ മാർക്കറ്റിനെ പറ്റിയോ ഒന്നും പറയേണ്ട സന്ദർഭമില്ല. അത് ആ സ്റ്റേജിൽ ഞാൻ പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്തെങ്കിലും ചെറിയ, പക്ഷെ ഞാൻ വയല് പറയുമെങ്കിൽ ഉസ്താദന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. കാരണം ഞാൻ വയലിലേക്ക് നീങ്ങുന്നു എന്ന്. UAE പ്രഗത്ഭനായ പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദിന്റെ അതിഥിയായി ഞാൻ ബഹുമാനപ്പെട്ട തങ്ങളെ പ്രാവശ്യം കൊണ്ടുപോവുകയുണ്ടായി. ലോകത്തിൽ നിന്ന് 21 പണ്ഡിതന്മാർ ഓരോ കൊല്ലവും ബഹുമാനപ്പെട്ട പ്രസിഡന്റിന്റെ അതിഥിയായിട്ട് അവിടെ വരും. എനിക്കതിൽ 2 ആളെ കൊണ്ടാണ് ഒരു ചെറിയ ചാൻസ് ഉണ്ട് ഇന്ത്യയിൽ. അങ്ങനെ ബഹുമാനപ്പെട്ട തങ്ങളെ കൊണ്ടുപോവുകയുണ്ടായി. അതിന് നല്ലൊരു ഗിഫ്റ്റ് അവർ കൊടുക്കുകയും ചെയ്യും. ഗിഫ്റ്റ് എത്ര തങ്ങളെ ഞാൻ പറയുന്നില്ല ഇവിടെ. അപ്പോൾ അവർ നല്ല ഹോട്ടല്, വണ്ടി, അതുകൂടാതെ ഒരു എസ്കോർട്ട്, ഗവൺമെൻറ് വണ്ടി, എല്ലാ സൗകര്യങ്ങളോടും കൂടി എല്ലാ പള്ളികളിലും മറ്റ് നമ്മുടെ ആളുകളിലൊക്കെ ഉള്ളപ്പോൾ അവരിൽ നല്ല രീതിയിലുള്ള പ്രബോധനം നടത്താൻ വേണ്ടി അങ്ങനെ ആ പണ്ഡിതന്മാരൊക്കെ ആയിട്ടുള്ള ഇൻട്രാക്ഷൻ, സംസാരം ബഹുമാനപ്പെട്ട തങ്ങൾ. അതിനുശേഷം എന്നോട് വഖഫിന്റെ മിനിസ്റ്റർ ഒരു പ്രാവശ്യം പറഞ്ഞു, നീ കൊണ്ടുവന്ന ഖലീൽ ബുഖാരി എന്ന പണ്ഡിതൻ വളരെ പ്രഗത്ഭനും പ്രസക്തനും അറിവുള്ളവനുമായ ഒരു പണ്ഡിതനാണ്. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ തന്നെ അറിവുള്ള, പക്ഷെ അറിവില്ലാത്ത പണ്ഡിതന്മാരുണ്ട്. അത് നമുക്ക് പറയാതിരിക്കാത്ത വൃത്തിയില്ല. പക്ഷെ അറിവുള്ള പണ്ഡിതൻ എന്നത് വളരെ കുറച്ച് ആൾക്കാരെ പറ്റി പറയാറുണ്ട്. അതിലൊരാളാണ് ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരി. അള്ളാഹു അദ്ദേഹത്തിന്
ആരോഗ്യത്തോടു കൂടിയ ആയുസ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ഞാൻ പറഞ്ഞു, ഇവിടെ ഡിസാബിൾഡ് ഇത് അവശരും അക്ഷരരുമായ നിരാലംബരായ ജീവിക്കാൻ ദിവസവും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പറ്റം വികാലാംഗരെ ഈ സംരക്ഷിക്കേണ്ട ചുമതലയും ബാധ്യതയും മാലിന്യം ഏറ്റെടുക്കുകയാണ്. അതിലേക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്കൂൾ ഇവിടെ ആരംഭിക്കുകയാണ്. അതിൻ്റെ ശിലാസ്ഥാപനമാണ് അള്ളാഹുവിൻ്റെ മഹതായ ഫദ്ൽ കൊണ്ട് ഞാനിവിടെ നിർവഹിച്ചത്. അത് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പ്രഖ്യാപിച്ച് പോകുന്നൊരു സ്വഭാവം എനിക്കില്ലാത്തത് കൊണ്ട് നിങ്ങളെ മുന്നിൽ വെച്ച് കയ്യോടെ കൊടുത്താൽ നാളെ പിന്നെ നിങ്ങൾ ചോദിക്കേണ്ട ഈ വലിയ പറഞ്ഞു പോയത് തന്നോ അപ്പൊ അങ്ങനെ പല സ്ഥലത്തും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളെ മുന്നിൽ വെച്ച് കൊടുത്താൽ എനിക്കും സമാധാനമായി, തങ്ങൾക്കും സമാധാനമായി, തങ്ങൾക്കും മറുപടി പറയാണ്ട് ഒത്ത്, നിങ്ങൾ ചോദിക്കാണ്ട് ഒത്ത്. അതാണ് സ്ഥിതി. അപ്പോ ഇനിയും ഈ സ്ഥാപനത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇത് ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഈ സ്ഥാപനത്തിൻ്റെ ഇവിടെ തങ്ങളുടെ കൂടെ എപ്പോഴും രണ്ടാളെ പറ്റി എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ എപ്പോഴും ചോദിക്കും, ഒരു പൊക്കുള്ള ആളും ഒരു പൊക്ക കുറഞ്ഞ ആളുമുണ്ട്. എപ്പോഴും തങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന രണ്ടാളുകളാണ്. അപ്പോൾ പൊക്കുള്ള ആൾ മാത്രമാണ് ഞാൻ ചോദിക്കും, തങ്ങളെ പൊക്കം കുറഞ്ഞ ആൾ എന്താ കാണാത്തത്? അപ്പൊ പൊക്കം കുറഞ്ഞ ആൾ വന്നാൽ ഞാൻ ചോദിക്കും എന്താ പൊക്കല്ലാത്തത്? കാരണം മലേഷ്യയിൽ വെച്ച് ഞാൻ കണ്ടപ്പോഴും അവർ തന്നെ, ലണ്ടനിൽ വെച്ച് നമ്മൾ കണ്ട് അല്ലേ, ലണ്ടനിൽ വെച്ച് നമ്മൾ കണ്ടപ്പോഴും അവരൊക്കെ കൂടിയുണ്ട്. UAE പിന്നെ സ്ഥിരമുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ വന്നിറങ്ങിയപ്പോ ഒരാളെ കണ്ടുള്ളൂ. അപ്പൊ ഞാൻ തങ്ങളോട് ചോദിച്ചില്ല, കാരണം എവിടെയെങ്കിലും ഉണ്ടാവുന്നത്. ഇതവിടെ ആ ടെക്നോളജിയിൽ വന്നപ്പോൾ ആളവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനത്തെ എനിക്ക് ശ്ലാഘിക്കാതിരിക്കാൻ, അവരെ അഭിനന്ദിക്കാതിരിക്കാൻ എനിക്ക് സാധ്യമല്ല. കാരണം അവർ ചിന്തിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നാളെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. നാളത്തെ കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ അവരും പ്രവർത്തിച്ച് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ഡിജിറ്റൽ ലൈബ്രറി. ഇന്ന് ഞാൻ എൻ്റെ നാടായ നാട്ടികയിലെ ശ്രീനാരായണ കോളേജിൽ ഇന്ന് ഒരു ലൈബ്രറി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഞാൻ പറഞ്ഞു, ആ ലൈബ്രറി വില്യം ഷേക്സ്പിയറെ പറ്റി, അല്ലെങ്കിൽ യോൺ ടോൾസ്റ്റോയിയെ പറ്റി, കുമാരനാശാനെ പറ്റി, ചങ്ങമ്പുഴയെ പറ്റി, ഇവിടെയാണെങ്കിൽ ഇമറുൽ ഖൈസിനെ പറ്റി, ഇബ്നത്തു ഇമറുൽ ഖൈസി ഇന്ന അബാകുമാ. ഞാനിപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇവര് വില്യം ഷേക്സ്പിയറിന്റെ ഒഥല്ലോയെ കുറിച്ച്, ലിയോൺ ടോൾസ്റ്റോയുടെ അന്നാ കരീതിനെ കുറിച്ച് അറിയുമോ എന്നൊരു വിദ്യാർത്ഥി ലീഡ്സ് യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ ഒപ്പം എൻ്റെ PA ഷാഹിദും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവർക്ക് യൂണിവേഴ്സിറ്റി ചെന്നപ്പോൾ ഞാൻ ഇവർക്ക് ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരം പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ ഓരോരുത്തർ ചോദ്യം ചോദിക്കാൻ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ബിസിനസ് കോളേജാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ബിസിനസ് കാര്യങ്ങളാണ് ചോദിക്കുക. എങ്ങനെയാണ് ബിസിനസ്, എങ്ങനെയാണ്, എവിടെയാണ്, വാട്ട് ഈസ് ദ സക്സസ് സ്റ്റോറി എന്നൊക്കെ ചോദിക്കാറുണ്ട്. നിങ്ങൾ വില്യം ഷേക്സ്പിയർ ഒഥല്ലോ വായിച്ചിട്ടുണ്ട്? അത് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ വെറുതെ ചോദിക്കുന്നു. ലിയോൺ ടോൾസ്റ്റോയുടെ അന്നാ കരീതിന പറഞ്ഞു. ഞാൻ മതി ഇതിൻ്റെ അപ്പുറത്ത് ഞാൻ പഠിച്ചു വെച്ച ഒന്നുണ്ട്. അമറു അലാ ജിദാരി ദിയാരി ലൈല. അല്ലയോ കൈസറെ, കൈസറിന്റെ ഓർമ്മ, ലൈലയുടെ ഓർമ്മ കൊണ്ട്, ലൈല താമസിക്കുന്ന വീടല്ല, വീടിന്റെ മതിലുകൾക്ക് തടിയടിച്ചു മരിച്ച കൈസറിന്റെ കഥ ലൈല മജ്നു ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറത്ത് വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ ഈ ലൈബ്രറിയിൽ എല്ലാ കഥകളും വിവിധങ്ങളായ പിക്കാസോയെ കുറിച്ച്, അല്ലെങ്കിൽ മൈക്കൽ ആഞ്ചലോയെ കുറിച്ച്, അല്ലെങ്കിൽ ഡാവിഞ്ചിയെ കുറിച്ച്, അങ്ങനെ പലരെ കുറിച്ചുമുള്ള ഒരുപാട് ഡിജിറ്റൽ ഞാൻ ചോദിച്ചപ്പോൾ എല്ലാം ഇതിലുണ്ട്. മുതല്ലിമീങ്ങൾ അതെല്ലാം മനസ്സിലാക്കി പഠിച്ച് നിങ്ങൾ അറിവുള്ളവരാകണം എന്നുകൂടി സാന്ദർഭികമായി ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾ ഉണർത്തുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട്
ഇൻഷാ അല്ലാഹ് എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും സാഹോദര്യത്തിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഞാൻ നിങ്ങളോട് നന്ദിയുള്ളവരാണ്. എപ്പോഴും പ്രാർത്ഥനയാണ് അദ്ദുആഉ വൽ ഇബാദ, ഇബാദത്തിന്റെ മജ്ജയാണ് പ്രാർത്ഥന. ഏത് നല്ല കാര്യം, ഞാനിപ്പോൾ ലണ്ടനിൽ ഒരു സ്ഥാപനം പഠിച്ച് അതിൽ ദ്വാരക്കാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഖലീൽ ബുഖാരി മർക്കസ് പഠിച്ച ഒരു മുതഅല്ലിമാണ് എന്ന് പറഞ്ഞു. ദ്വാരക്കാൻ വേണ്ടി വിളിച്ചു. ഏത് നല്ല കാര്യം തുടങ്ങുമ്പോഴും പ്രാർത്ഥന, അതില്ലാതെ ഒരു വിജയം ആർക്കുമില്ലെന്ന് വിശ്വസിക്കുന്നവനാകുന്നില്ല. അപ്പോൾ അങ്ങനെ മുതഅല്ലിമീങ്ങളെ വാർത്തെടുക്കുന്ന ഈ സ്ഥാപനത്തിൽ ഇനിയും എപ്പോഴും എന്ത് സഹായം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഇത്രയും പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടൽ ഖൈറും ബർക്കത്തും റഹ്മത്തുമുള്ള ഒത്തുകൂടലായി അല്ലാഹുവേ സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും സഹോദര്യത്തിനും അടുപ്പത്തിനും ഞാൻ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇനിയും ഒരവസരം ഞാൻ പറഞ്ഞു, അവിടുത്തെ ഏറ്റവും പ്രഗത്ഭരായ ആരെങ്കിലെയും ഈ മാലയിൽ കൊണ്ടുവരികയും എന്തെങ്കിലും യുഎഇയുടെയോ മറ്റ് സ്ഥാപനങ്ങളുടെയോ ഗവൺമെൻറ്റിൻ്റെയോ സഹായത്തോടു കൂടി ഇതിലും വലിയ സ്ഥാപനം കെട്ടിപ്പൊക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ആരോഗ്യ ആയുസ്സും പ്രദാനം ചെയ്യട്ടെ എന്ന് നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുക. അസ്സലാമു അലൈക്കും.